ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്വാമിത്രൻ വസിഷ്ഠന്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ തോറ്റുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ബ്രഹ്മബലത്തിന്റെ മുന്നിൽ ബ്രഹ്മദണ്ഡ് കയ്യിൽ പിടിച്ചിരിക്കുന്ന വസിഷ്ഠന്റെ നേരെ അയച്ച ബ്രഹ്മാസ്ത്രവും വൈഷ്ണവാസ്ത്രവും പാശുപതാസ്ത്രവും പോലും നിർഫലമായി പോകുന്നത് നമ്മൾ കണ്ടു. ബ്രഹ്മബലം തന്നെ നേടണം. ക്ഷത്രിയ ബലം കൊണ്ട് ബ്രഹ്മജ്ഞാനിയായ വസിഷ്ഠന്റെ മുമ്പിൽ താൻ ഒന്നുമല്ലാതായി പോയി എന്ന സത്യം വിശ്വാമിത്രനെ വല്ലാതെ വലച്ചു. അദ്ദേഹം വളരെയധികം വിഷമത്തോടുകൂടി വീണ്ടും ദക്ഷിണ ദിക്കിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു. ദക്ഷിണ ദിക്കിലേക്ക് തപസ്സിനായി പുറപ്പെട്ട് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ഷ്വാകു വംശത്തിൽ ത്രിശങ്കു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തനിക്ക് സ്വശരീരനായിട്ട് ദേവലോകത്തിൽ പോകണം, അതിനായി യാഗം ചെയ്യണം എന്ന് വസിഷ്ഠനെ അറിയിച്ചു. വസിഷ്ഠൻ അതിന് തയ്യാറായില്ല. അങ്ങ് ഒരുപാട് തെറ്റായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങേക്ക് സ്വർഗവാസം ലഭ്യമല്ല. അത് തന്നെയുമല്ല, സ്വശരീരത്തോട് ദേവലോകത്തിൽ പോകുന്നത് എന്ന് പറയുന്നത് മനുഷ്യന് സാധിക്കുന്നതല്ല എന്ന് അദ്ദേഹം ഉപദേശിച്ചപ്പോൾ, അങ്ങല്ലെങ്കിൽ വേറൊരു ഗുരു എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് വസിഷ്ഠ മഹർഷിയുടെ പുത്രന്മാർ വളരെയധികം കോപത്തോടുകൂടി ത്രിശങ്കുവിനോട് കയർത്തു. ഇല്ല, ഞാൻ ഗുരുവിനെയും ഗുരുപുത്രരെയും തിരസ്കരിച്ച് പോകുന്നു എന്ന ഘോരമായ വാക്കുകേട്ട് വസിഷ്ഠൻ അദ്ദേഹത്തെ ശപിച്ചു. നീ ഒരു ചണ്ടാലനായി തീരട്ടെ. ഈ ചണ്ടാലരൂപിയായ ത്രിശങ്കു ആണ് വിശ്വാമിത്രനെ ചെന്ന് കാണുന്നത്. വിശ്വാമിത്രൻ അദ്ദേഹത്തിൻ്റെ കഥ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് കഴിയും, എനിക്കതിനുള്ള ശക്തിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിൽ അഹങ്കാരം ഉയരാൻ തുടങ്ങി. ഇത്രയൊക്കെ തപസ് ചെയ്തിട്ടും വീണ്ടും അദ്ദേഹത്തിൽ അഹങ്കാരം ഉയരാൻ തുടങ്ങി. അദ്ദേഹം പൂജകൾ ആരംഭിച്ചു, യജ്ഞം ചെയ്തു. വിശ്വാമിത്രന്റെ തേജസ്സിനാൽ സ്വശരീരനായി ഇദ്ദേഹം സ്വർഗം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്തി. ഉടനെ കൗശികൻ ഇങ്ങനെ ചൊല്ലുകെ മാമുനിമാർ നോക്കി നിൽക്കെ ത്രിശങ്കു സ്വർഗത്തിലേക്ക് ഉയർന്നു. ത്രിശങ്കു സ്വർഗത്തിലെത്തിയത് കണ്ട് ദേവേന്ദ്രൻ ത്രിശങ്കുവിനെ, നീ സ്വർഗവാസത്തിന് അർഹനല്ല, ശുരുപ ഗുരുശാപൻ ആണ് നീ, അതുകൊണ്ട് നീ തിരിച്ചു പോകുക, തലകീഴായി ഭൂമിയിൽ വീഴുക എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിട്ടു. ത്രിശങ്കു താഴേക്ക് കുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അലറി കരഞ്ഞുകൊണ്ട് വിളിച്ചു വിശ്വാമിത്രനെ. വിശ്വാമിത്രൻ ഉടനെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ആജ്ഞാപിച്ചു. തേജസ്വിയായ വിശ്വാമിത്രൻ മറ്റൊരു നക്ഷത്ര സമൂഹത്തെയും മറ്റൊരു സ്വർഗത്തെയും സൃഷ്ടിച്ചു. ഇവിടെ അദ്ദേഹം സ്വശരീരനായി ജീവിക്കും എന്ന് പറഞ്ഞു. ദേവന്മാരും അംഗീകരിച്ചു, അദ്ദേഹം അവിടെ തന്നെ നിന്നുകൊള്ളട്ടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ മനസ്സിലാക്കുന്നു, താൻ ആവശ്യമില്ലാതെ കോപം കൊണ്ട് തൻ്റെ തപസ്സിദ്ധി വീണ്ടും നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി മറ്റൊരു ദിക്കിൽ പോയി തപസ് ചെയ്യാം. വിശ്വാമിത്രൻ പടിഞ്ഞാറേ തീരത്തേക്ക് വിശാലമായ പുഷ്കരത്തിൽ തപസ്സാചരിക്കാൻ പോയി. അപ്പോഴാണ് അവിടെ വെച്ച് അംബരീഷൻ എന്ന രാജാവ്
അദ്ദേഹത്തിൻ്റെ യജ്ഞപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു. പ്രായശ്ചിത്തം ചെയ്യുവാനായി അദ്ദേഹം പശുക്കളെ ദാനം ചെയ്ത് അതിന് പകരമായി യജ്ഞപശുവാക്കാനായിട്ട് ഒരു പുത്രനെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ മൂത്ത പുത്രനെ ഞാൻ തരികയില്ല എന്ന് അദ്ദേഹം ഋചികൻ മറുപടി പറഞ്ഞു. ഇളയ പുത്രനെ ഞാൻ തരില്ല എന്ന് ഋചികന്റെ ഭാര്യയും പറഞ്ഞപ്പോൾ ഇടയിലുള്ള പുത്രനെ അദ്ദേഹം വില കൊടുത്ത് വാങ്ങി. ശുനശ്ശേപൻ എന്ന മധ്യവനായ പുത്രനെ, ഈ കഥ തന്നെ ദേവീഭാഗവതത്തിലുമുണ്ട്. അവിടെ ഈ കഥയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അംബരീഷ മഹാരാജാവിന് പകരം അവിടെ ഹരിശ്ചന്ദ്ര മഹാരാജാവാണ് എന്ന് മാത്രം. കഥകളിലും ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ വരുണനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രമാണ്. എന്തായാലും ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, യഥാർത്ഥത്തിൽ ഒരു ബന്ധു ആരാണ്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ്. വിശ്വാമിത്രന്റെ മനസ്സിന് നിയന്ത്രണമില്ലായ്മയും യഥാർത്ഥത്തിൽ ബന്ധുക്കൾ ആരാണ് എന്ന് ശുനശ്ശേപന്റെ കഥയിലൂടെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശുനശ്ശേപനെയും കൂട്ടിക്കൊണ്ട് രാജാവ് പോകുന്ന വഴിക്ക് വിശ്വാമിത്രനെ കണ്ടു. തപസ്സാചരിക്കുന്ന വിശ്വാമിത്രനെ കണ്ടു. അദ്ദേഹത്തോട് ആ കുഞ്ഞ് തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്ത് വില കൊടുത്തും കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ശുനശ്ശേപന് രക്ഷ നൽകി. ശുനശ്ശേപന് അദ്ദേഹം ഉപദേശം നൽകി. യജ്ഞം നിർവഹിച്ചു കൊള്ളാൻ രാജാവിനോടും പറഞ്ഞു. രാജാവ് യജ്ഞം നടത്തിയപ്പോൾ ശുനശ്ശേപൻ ഇന്ദ്രനെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാമിത്രൻ മന്ത്രിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ജപിച്ചു. ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അംബരീഷിനെ അനുഗ്രഹിക്കുകയും ശുനശ്ശേപന് ദീർഘായുസ് നൽകുകയും ചെയ്തു. അങ്ങനെ ശുനശ്ശേപനെ പുത്രനായി വിശ്വാമിത്രൻ തൻ്റെ കൂടെ കൂട്ടി. വീണ്ടും വിശ്വാമിത്രൻ മനസ്സിലാക്കി, താൻ വീണ്ടും തപസ്സിൽ നിന്ന് മാറി വീണ്ടും ജീവിതചര്യകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹം വീണ്ടും ശക്തമായ തപസ് വീണ്ടും ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ് കണ്ടിട്ട് ദേവേന്ദ്രൻ ചിന്തിച്ചു, ഇദ്ദേഹം തൻ്റെ ദേവസിംഹാസനം തന്നെ തട്ടിയെടുത്തേക്കും. അത്രയ്ക്ക് ഭയങ്കരമായ ഉഗ്രമായ തപസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്കുടനെ അവർ മേനകയെ അയച്ചു. മേനക വിശ്വാമിത്രന്റെ തപസ്സിന് വിഘ്നം ഏർപ്പെടുത്തി. വിശ്വാമിത്രൻ മേനകയോടൊത്ത് താമസം തുടങ്ങി. അവിടെ നമ്മുടെ വിശ്വാമിത്രനും മേനകയ്ക്കും കൂടി ജനിച്ച ശകുന്തള എന്ന പുത്രിയുടെ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അവിടെയും വിശ്വാമിത്രന്റെ തപസ് തടസ്സപ്പെട്ടപ്പോൾ വീണ്ടും വിശ്വാമിത്രൻ തീരുമാനിച്ചു, ഇനി ഇവിടെ വിട്ട് പോകാം. മേനകയെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചതിന് ശേഷം ഉത്തരപർവ്വതത്തിൽ പോയി കൗശികൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇത്തവണ വിജയം വരിക്കും എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തപസ്സാരംഭിച്ചു. കൊടും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാമിത്രൻ തപസ് ചെയ്യുമ്പോൾ അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് മഹർഷിപദം പ്രാപിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. വിശ്വാമിത്രൻ ചോദിച്ചു, ഇനിയും ഞാൻ ബ്രഹ്മർഷിയായിട്ടില്ലേ
ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങിനിയും ബ്രഹ്മർഷിപദം സ്വീകരിക്കാനുള്ള പ്രാപ്തി നേടിയിട്ടില്ല. അങ്ങയുടെ ഇന്ദ്രിയങ്ങൾ ഇനിയും നിയന്ത്രണത്തിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുപോയി. ഇനിയും അങ്ങ് യത്നിക്കുക. വീണ്ടും കഠിനമായ തപസ് ആരംഭിച്ചു വിശ്വാമിത്രൻ. ഉടൻ അവിടേക്ക് ദേവേന്ദ്രൻ രംഭയെ പറഞ്ഞയച്ചു. രംഭ പറഞ്ഞു, വിശ്വാമിത്രമുനി കൊടിയ ശാപം പൊഴിക്കും, സംശയമില്ല. അതിനാൽ എനിക്ക് ഭയമാണ്. എന്നിൽ പ്രസാദിച്ചാലും. രംഭേ, ഭയം വേണ്ട. നിനക്ക് ഭദ്രം. എൻ്റെ ആജ്ഞ അനുസരിക്കുക. മരങ്ങൾ മനോഹരങ്ങളായ വസന്തത്തിൽ മദനസമേതം ഞാൻ മാനസചോരനായ കോകിലമായി നിന്നോടൊപ്പം ഉണ്ടാകും. നീ പരമഭാസ്വരവും ചേതോഹരവുമായ രൂപം പൂണ്ട് ആ ഋഷിയുടെ മനം കവരുക. അത് കേട്ട് വിലാസിനീ രൂപഷം പൂണ്ട് പുഞ്ചിരിയും പൊഴിച്ച് വിശ്വാമിത്രനെ പ്രലോഭിപ്പിച്ചു. കോകിലനാദം കൗശികൻ കേട്ടു. ഇന്ദ്രൻ കോകിലമായി നാദം മുഴക്കി. മോദത്തോടെ രംഭയെ നോക്കി. കുയിലിന്റെ മോഹന ഗാനം കേട്ടു. രംഭയുടെ രമ്യമായ രൂപം കണ്ടു മാമിനി സംശയമാകും. ഇതെല്ലാം ദേവേന്ദ്രന്റെ പണിയാകും. ഞാൻ ഇതിലൊന്നും ഞാൻ വീണുപോകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം രംഭയെ ശപിച്ചു. ദുർഭഗെ, കാമക്രോധങ്ങൾ ജയിക്കാൻ ശ്രമിക്കുന്ന നീ എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത് കാരണം നീ 1000 ആണ്ട് പാറയായി പോകട്ടെ. തപോബല സമന്വിതായ ബ്രഹ്മണൻ എൻ്റെ ക്രോധത്തിൽ കലുഷിതമായ നിന്നെ ഉദ്ധരിക്കും. ഇത്രയും പറഞ്ഞു മാമുനി കോപമടക്കാതെ കഴിയാതെ പോയതിൽ പരിതാപമുണ്ടു. ആ ശാപത്താൽ രംഭ പാറയായി തീർന്നു. മുനിവാക്യം കേട്ട് മദനനും ഇന്ദ്രനും സ്ഥലം വിട്ടു. വീണ്ടും കോപം മൂലം തപസ് നഷ്ടമായ ചിന്താതുരനായ കൗശികൻ മേലാലിങ്ങനെ കോപത്തിന് അധീനനാവുകയില്ല, ആരോടും ഞാൻ മിണ്ടുകയില്ല എന്ന് ഉറപ്പിച്ച് കഠിനമായ തപസ്സിനായി പ്രതിജ്ഞ എടുത്തു. അദ്ദേഹം വീണ്ടും അവിടെ നിന്ന്, അപ്പോൾ ദക്ഷിണദിക്ക്, ഉത്തരദിക്ക്, പശ്ചിമദിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ അദ്ദേഹം പൂർവ്വദിക്കിലെത്തി തീവ്രമായ തപസ്സിലേർപ്പെട്ടു. മൗനവ്രതം ആണ്ട് അദ്ദേഹം ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചപ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തപസ്സിൽ എത്രയൊക്കെ ദേവേന്ദ്രൻ പ്രലോഭിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് തപസ്സിന് യാതൊരു തടസ്സവും നേരിട്ടില്ല. കൊടുങ്കാറ്റും കനത്ത മഴയും കടലും മാമലകളും ഭൂമികുലുക്കവും എല്ലാം അദ്ദേഹം അറിയാതെയിരുന്ന് കഠിനമായ തപസ്സിൽ മുഴുകി. അദ്ദേഹത്തിന് മുമ്പിൽ ഉടൻ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മർഷേ, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ തപസ്സുകൊണ്ട് ഞങ്ങൾ സംപ്രീതരായിരിക്കുന്നു. ദേവന്മാരോടൊപ്പം ദേവേന്ദ്രനോടൊപ്പം എത്തിയിരിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞു, ഉഗ്രമായ തപസ്സുകൊണ്ട് ഹേ കൗശിക, അങ്ങ് ബ്രഹ്മർഷിപദം നേടിയിരിക്കുന്നു. ദേവന്മാരോടൊത്ത് ഞാൻ അങ്ങേക്ക് ദീർഘായുസ് നൽകുന്നു. സ്വസ്തി സൗമ്യ, യഥാസുഖം ഗമിച്ചാലും. അവരുടെ വാക്കുകേട്ട് മോദമാർന്ന മാമുനി ദീർഘായുസും ബ്രാഹ്മണ്യവും എനിക്ക് ലഭിച്ചെങ്കിൽ ഓംകാരവും വഷട്കാരവും വേദങ്ങളും എന്നെ വരിക്കുമാറാകട്ടെ. ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് വസിഷ്ഠൻ ഏവമസ്തു എന്നരുളി വിശ്വാമിത്രനുമായി സഖ്യം ചെയ്തു. ഭഗവാൻ ബ്രഹ്മർഷിയാകുന്നു. വസിഷ്ഠന് തുല്യം ഇനി വിശ്വാമിത്രനും അറിയപ്പെടും. ഇങ്ങനെ പറഞ്ഞ് ദേവന്മാർ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ധർമാത്മായ വസിഷ്ഠനെയും വിശ്വാമിത്രനെയും ഉത്തമ സുഹൃത്തുക്കളായി പൂജിച്ചു. വസിഷ്ഠൻ വിശ്വാമിത്രനെ പൂജിച്ചു. കൃതകാമനായ അദ്ദേഹം തപോനിരതനായ ലോകമെങ്കും സഞ്ചരിച്ചു. ഹേ രാമ, ഇപ്രകാരമാണ് വിശ്വാമിത്ര മുനി ബ്രാഹ്മണ്യം നേടിയത്. അദ്ദേഹം മുനിശ്രേഷ്ഠനും തപോമൂർത്തിയുമാകുന്നു. ഇപ്രകാരം പറഞ്ഞ് അഹല്യാപുത്രനായ ശതാനന്ദൻ വിരമിച്ചു. രാമലക്ഷ്മണ സമക്ഷം ശതാനന്ദന്റെ വാക്യം കേട്ട് ജനകൻ
കൈകൂപ്പിക്കൊണ്ട് കൗശികനോട് പറഞ്ഞു, യജ്ഞത്തിന് വന്നതായ രാമനെ ഇനി ജനകന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ആ മനോഹരമായ ആ ദിവ്യാസ്ത്രം കാണിച്ചു കൊടുക്കണം. നേരം പുലർന്നപ്പോൾ പ്രഭാതകർമ്മം നിർവഹിച്ച് ജനകൻ രാമനോടൊത്ത് വിശ്വാമിത്രനെ വിളിച്ചു. ഭഗവാൻ, അങ്ങേക്ക് സ്വാഗതം. അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാലും. മുനിശ്രേഷ്ഠൻ മറുപടി പറഞ്ഞു, ഇവർ ദശരഥപുത്രരും ലോകവിശ്രുതരുമായ ക്ഷത്രിയന്മാരാണ്. അങ്ങയുടെ പക്കലുള്ള വിശിഷ്ടമായ ആ ചാപം കാണാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. അതിവർക്ക് കാണിച്ചു കൊടുത്താലും. ജനകൻ പറഞ്ഞു, ഈ വില്ല് ഇവിടെ വെച്ചിരിക്കുന്ന ഉദ്ദേശ്യം കേട്ടാലും. നിമിയുടെ ജ്യേഷ്ഠൻ ദേവരാതൻ എന്ന പ്രശസ്തനായ രാജാവിന്റെ പക്കൽ ഭഗവാൻ ന്യാസമായി ഏൽപ്പിച്ചതാണ് ഈ വില്ല്. പണ്ട് ദക്ഷയാഗം മുടിക്കവേ കോപത്താൽ ഈ വില്ല് വളച്ച് ദേവന്മാരോട് കളിയാക്കിയിട്ട് ഈ വിധം അരുളി, ഭാഗാർത്ഥിയായി എനിക്ക് ഭാഗം നൽകാത്ത നിങ്ങളുടെ ഉത്തമാംഗങ്ങളെ, ഹേ ദേവന്മാരെ, ഞാൻ ഈ വില്ലുകൊണ്ട് അറുത്തു കളയുന്നുണ്ട്. അപ്പോൾ ദേവന്മാരെല്ലാം ദീനരായി മഹാദേവനെ പ്രസാദിപ്പിച്ചു. ശിവൻ പ്രീതരായ സന്തോഷത്തോടെ ആ വില്ല് തന്നെ അവർക്ക് സമ്മാനമായി നൽകി. ദേവന്മാർ ആ വില്ല് ന്യാസമായി എൻ്റെ വംശത്തെ, നിമി വംശത്തെ ഏൽപ്പിച്ചതാണ്. പിന്നീട് ഞാൻ വയൽ വൃത്തിയാകവേ ഉഴുതുമറിക്കുമ്പോൾ ഉഴവുചാലിൽ നിന്ന് ഒരു കന്യകയെ കിട്ടി. സീത എന്ന് ഞാൻ അവൾക്ക് പേരിട്ടു. മണ്ണിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട്, സീതത്തിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് സീത എന്ന് പേരിട്ടു. അവളെ വേൾക്കാനായി പല രാജാക്കന്മാരും വന്നു. അപ്പോൾ ഞാൻ ശൈവജാപം കാണിച്ചു കൊടുത്തു. ഈ ശൈവജാപം എടുത്തു കുലയ്ക്കുന്നവന് എൻ്റെ മകൾ സീതയെ ഞാൻ വിവാഹം കഴിച്ച് നൽകുന്നതാണ്. അനേകം രാജാക്കന്മാർ അപമാനിതരായി മിഥിലാപുരിയെ പീഡിപ്പിക്കാൻ തയ്യാറായി. അവർ അമാത്തിരുമൊത്ത് 4 പാടും വളഞ്ഞു. ഞാൻ ദേവേന്ദ്രനെ ശരണം പ്രാപിച്ചു. ഉടനെ ദേവേന്ദ്രൻ കുറെ ദേവന്മാരെ വിട്ടുതന്നു. ദേവന്മാരെ കണ്ട് പേടിച്ച് എല്ലാവരും ഓടിപ്പോയി. അതിനുശേഷം ഇതുവരെ ഈ വില്ല് കുലയ്ക്കുവാൻ ആരും എടുത്തനക്കുവാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഉടനെ കൽപ്പിച്ചു. അനേകം ആളുകൾ കൂടിച്ചേർന്ന് ആ വില്ല്, സജീവന്മാർ വില്ല് എടുപ്പിച്ചുകൊണ്ട് 5000-ഓളം ആളുകൾ 8 ചക്രത്തിലുള്ള ചാപപേടകത്തിൽ വലിച്ചുകൊണ്ട് വില്ല് മുൻപിൽ കൊണ്ടുവന്നു. വിശ്വാമിത്രൻ ഉടനെ രാമനോട് പറഞ്ഞു, വത്സരാമ, വില്ല് നോക്കൂ. രാമൻ ചാപമഞ്ജുഷ തുറന്ന് വില്ല് കണ്ടിട്ട് ചോദിച്ചു, ഈ ദിവ്യധനുസ് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെയോ, എടുത്തു നോക്കട്ടെയോ? അങ്ങനെ ആയിക്കോളൂ എന്ന് മാമുനിയും മന്നവനും അരുളി. അനേകായിരം ആളുകൾ നോക്കി നിൽക്കെ രാമൻ ലീലയാ ആ വില്ലെടുത്തു കുലയേറ്റി. ഞാൻ കെട്ടിവലിച്ചു. രാമൻ വില്ല് നടുക്ക് വെച്ച് 2ആയിട്ടൊടിച്ചു. അപ്പോൾ ഇടിവെട്ടും പോലെ വലിയ ശബ്ദമുണ്ടായി. ഭൂമി വിറകൊണ്ടു, പർവ്വതങ്ങൾ പിളർന്നു. ഒച്ച കേട്ട് മോഹമാർന്ന മനുഷ്യരെല്ലാം നിലംപതിച്ചു. മാമുനിയും മന്നനും രാജപുത്രന്മാരും മാത്രം മോഹിതരായില്ല. ഈ രംഗം മനോഹരമായി എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. രാജാക്കന്മാർ ഇടിവെട്ടെന്ന ശബ്ദം കേട്ട് ഉരകങ്ങളെ പോലെ പേടിച്ച് ഒളിച്ചപ്പോൾ മയിലിനെ പോലെ നൃത്തം വെച്ചു സീതാദേവി. മഴ വരുമ്പോൾ എല്ലാവരും പേടിക്കുകയും എന്നാൽ മയിൽ സന്തോഷിക്കുകയുമാണ്. അതാണ് മനോഹരമായ രീതിയിൽ ഒറ്റ വരി കൊണ്ട് അവിടെ എഴുത്തച്ഛൻ നിർണ്ണിച്ചിട്ടുണ്ട്. ഉരകങ്ങളെ പോലെ രാജാക്കന്മാർ നടുങ്ങി, രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. അതേസമയം വൈദേഹി മാമയിലിനെ പോലെ നൃത്തം ചെയ്തു. ജനങ്ങൾ മോഹം വിട്ടുണർന്നപ്പോൾ പരിഭ്രമം തീർന്ന രാജാവ് കൂപ്പുകൈയോടെ മഹർഷിയോട് അറിയിച്ചു, ഭഗവാൻ രാമന്റെ വീര്യൻ ഞാൻ കണ്ടു. അത്യത്ഭുതം, അചിന്യം, അപ്രതീക്ഷിതം. എന്റെ മകൾ സീത ദശരഥപുത്രനെ ഭർത്താവായി സ്വീകരിച്ച് ഈ രാജവംശത്തിന് കീർത്തി വരുത്തട്ടെ. സീത വീരശുൽക്ക എന്ന എന്റെ പ്രതിജ്ഞയും സത്യമായി. പ്രാണപ്രിയ എന്റെ പുത്രി സീതയെ രാമന് നൽകണം. അങ്ങയുടെ അനുവാദത്തോടുകൂടി എന്റെ മന്ത്രിമാർ അയോധ്യയിലേക്ക് പോകട്ടെ. സാദരം
ദശരഥ രാജാവിനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അങ്ങനെയാവട്ടെ എന്നരുളി കൗശികൻ. 68-ാം അധ്യായത്തിൽ ജനകനയച്ച ദൂതന്മാർ 3 രാത്രി തങ്ങി തളർന്ന വാഹനങ്ങളോട് അയോധ്യാപുരിയിലെത്തി. രാജാജ്ഞയിൽ അകത്ത് പ്രവേശിക്കപ്പെട്ടവർ കൊട്ടാരത്തിൽ പ്രവേശിച്ച് ദേവതുല്യനായ ദശരഥനെ കണ്ടു. ദൂതന്മാർ കൂപ്പുകൈയോടെ പരിഭ്രമം കൂടാതെ മധുരമായിട്ടറിയിച്ചു: മിഥിലാധിപനായ ജനകരാജൻ പുരോഹിതന്മാരോടൊപ്പം അങ്ങയുടെയും പുരോഹിതന്മാരുടെയും കുശലവും സമ്പത്സമൃദ്ധിയും സാദരം അന്വേഷിക്കുന്നു. കുശലാന്വേഷണത്തിന് ശേഷം വിശ്വാമിത്ര അനുമതിയോടെ ജനകരാജൻ അങ്ങയെ അറിയിക്കുന്ന എന്തെന്നാൽ, എന്റെ മകൾ വീര്യശുൽക്കയെന്ന് നേരത്തെ അറിയാമല്ലോ. വീര്യത്തിൽ തോറ്റ രാജാക്കന്മാർ പലരും കോപത്തോടെ മടങ്ങിയതും അറിഞ്ഞിരിക്കുമല്ലോ. ആ മകളെ വിശ്വാമിത്രൻ എതിർച്ചയാ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ പുത്രന്മാർ നേടിയിരിക്കുന്നു. ദിവ്യമായ ആ ധനുസ് വലിയ സദസ്സിനു മുമ്പിൽ വെച്ച് രാമൻ നടുവേ 2ആയി ഒടിച്ചു. രാമനെ മകളെ നൽകി എന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അത് അനുവദിച്ചാലും മഹാരാജൻ ഉപാധ്യായനോടൊപ്പം വേഗം വന്നു ചേർന്നാലും അങ്ങേക്ക് ഭദ്രം. രാമലക്ഷ്മണന്മാരെ വന്ന് കണ്ടാലും എന്റെ പ്രതിജ്ഞ നിറവേറ്റിത്തന്നാലും ഇരുപുത്രരിലും അങ്ങേക്ക് പ്രീതി ലഭിക്കും. ശതാനന്ദന്റെ ഉപദേശത്തോടും വിശ്വാമിത്രന്റെ അനുമതിയോടും കൂടി വിദേഹരാജൻ മധുരമായിട്ട് ഈ വിധം അറിയിക്കുന്നു. ദൂതവാക്യം കേട്ട് പരമഹർഷിതനായ ദശരഥൻ വസിഷ്ഠനോടും വാമദേവനോടും മന്ത്രിമാരോടുമായി പറഞ്ഞു: കൗശികനാൽ പരിപാലിതനായി കൗസല്യാനന്ദവർദ്ധനൻ ലക്ഷ്മണനോടൊത്ത് മിഥിലയിൽ വസിക്കുന്നു. രാമന്റെ ബലവീര്യങ്ങൾ ജനങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജനക മഹാരാജാവ് തന്റെ പുത്രിയെ രാമന് നൽകാൻ ആഗ്രഹിക്കുന്നു. ജനകന്റെ ഈ ഉദ്യമം ഭവാന്മാർക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് വേഗം അങ്ങോട്ട് പുറപ്പെടാം. വിളംബം വരുത്തേണ്ട. അങ്ങനെ തന്നെ എന്ത് മന്ത്രിമാരും മഹർഷിമാരും സമ്മതിച്ചു. പ്രീതനായ രാജാവ് യാത്ര നാളെ തന്നെ എന്ന് മന്ത്രിമാരോട് അരുളി. മന്ത്രിമാർ അന്നു രാത്രി രാജാവിന്റെ ഉദാരമായ സത്കാരം കൊണ്ട് സന്തുഷ്ടരായ അവിടെ പാർത്തു. തുടർന്ന് 69-ാം അധ്യായം മുതൽ ദശരഥ മഹാരാജാവിന്റെ മിഥില യാത്രയും 4 ദിവസം കൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്ത് എല്ലാ ഭടന്മാരോടും മന്ത്രിമാരോടും പുരോഹിതന്മാരോടും വസിഷ്ഠനോടും ഭാര്യമാരോടുമൊപ്പം മിഥില രാജധാനിയിൽ എത്തിച്ചേരുകയും തുടർന്ന് സീതാ പരിഗ്രഹണവും ഒപ്പം ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിവാഹവും എല്ലാമാണ് തുടർന്ന് വർണ്ണിക്കാനുള്ളത്. അത് പിന്നീട് സർവത്ര ദേവീനാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ബാക്കി ഭാഗങ്ങൾ പിന്നീട് പാരായണം ചെയ്യുന്നതോടുകൂടി ബാലകാണ്ഡം സമാപിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.